മഹിളാ കോൺഗ്രസ് നെന്മാറ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സദസ്സ് സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി KG എൽദോ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഒരു ദിവസത്തെ കൂലി 700 രൂപ കൂലി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാവപ്പെട്ട ആശാ പ്രവർത്തകർ ആ തെരുവിൽ കിടക്കുകയാണ്. അവരോട് ഈ സർക്കാർ ചെയ്തത് എന്തൊക്കെയാണ്? അവിടെ ഈ വേനൽ മഴ പോരിച്ചൊരിയുന്ന സമയത്ത് അവരുടെ ടാർപ്പായി എടുത്തു മാറ്റി. പുലർച്ചെ അർദ്ധരാത്രിയിലും പുലർച്ചെ പോലീസ് വന്നുകൊണ്ട് ആ സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകരുടെ ടാർപോളിനെടുത്തു മാറ്റി അവരെ നനയിപ്പിച്ചു ഈ ഗവൺമെന്റ്. അവരെ വിദേശ ചാരന്മാരുടെ ആളുകളായിട്ട് ഈ ഗവൺമെന്റ് ചിത്രീകരിച്ചു. പിരിവുകാരായിട്ട് CITUവിന്റെ നേതാവായ എളമരം കരീം ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പറയുകയുണ്ടായി. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ CITUവിന്റെ നേതാക്കന്മാരെല്ലാം ഈ പാവപ്പെട്ട ആശാ പ്രവർത്തകരെ ഏറ്റവും മോശമായ ഭാഷയിൽ അവഹേളിക്കുന്ന തരത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ഇന്ന് വനിതാ ദിനത്തിൽ മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് മഹാഭൂരിപക്ഷം വരുന്ന ആശാ പ്രവർത്തകന്മാരും ജോലിയിലുണ്ട്, അതുകൊണ്ട് ഈ സമരം ഒന്നുമല്ല. ബ്ലോക്ക് പ്രസിഡന്റ് ബിന്ദു ഗംഗാധരൻ അധ്യക്ഷയായി. ഡെയ്സി വിനീഷ്, ഗീത സതീഷ്, ഷീജ കലാധരൻ, നോബി ബെന്നി, മേരി ജോർജ്, SM ഷാജഹാൻ, A മോഹനൻ, KV ഗോപാലകൃഷ്ണൻ, പ്രദീപ് നെന്മാറ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ് പാലക്കാട്.